ട്രാവൽ വാല്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലാണ്. കട്ടിക്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ നമ്മുടെ ഇലവീഴാപൂഞ്ചിറയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് കട്ടിക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ട്രാവൽ വാല്യൂസിലൂടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കട്ടിക്കയത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പോൾ ഈ പോകുന്ന വഴി കണ്ടാൽ മനസ്സിലാവും, വഴി ഇച്ചിരി മോശമാണ്. ശരിക്കും കട്ടിക്കയത്തേക്കുള്ള വഴി ഇപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് നല്ല മോശമാണ് വഴി. എന്നാലും കാറൊക്കെ സുഖമായിട്ടും പോകും കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ പോകും. കണ്ടോ, ഈ പോകുന്ന വഴിക്ക് കണ്ടോ ഒരു അടിപൊളി കാഴ്ച. ഒരു കല്ലുമ്മേ വേറൊരു കല്ല് കെട്ടി തൂക്കിയിട്ടേക്കണം. ശരിക്കും ഇത് റോക്ക് ഫോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് കേട്ടോ. ഒരു അടിപൊളി റിസോർട്ടാണ്. ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇല്ലിക്കൽ കല്ലും അതുപോലെ ഈ കട്ടിക്കയം ഒക്കെ വരുന്നവർ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടെ. ഈ വഴി കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്, കാറ് പോകും, വലിയ കുഴപ്പമില്ല. വഴി ഇച്ചിരി മോശമാണെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല വഴിയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തോടുകൾ പോലെയുള്ള സെറ്റപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോകണം. ഏകദേശം ഒരു 1.5 കിലോമീറ്ററത്തോളം നമുക്ക് നടന്നു പോകാനുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ കേട്ടോ നമുക്ക് നടക്കേണ്ടത്. ഇവിടുന്ന് നടന്ന് നമുക്ക് ശരിക്കും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങ് ദൂരെ നല്ല വലിയ മലനിരകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നല്ല ചെറിയ കാട് സെറ്റപ്പാണ്. അപ്പം നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് അങ്ങ് പോകാം. ഫാമിലിയായിട്ടൊക്കെ സുഖമായിട്ട് നമുക്കിതിൽ നടന്നു പോകാൻ പറ്റും കേട്ടോ. ചെറിയ പാറക്കെട്ടുകളുള്ളതിനാൽ വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല തെന്നലുണ്ട്, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം പോകാൻ. ഞങ്ങൾ പോയപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പം മഴയും കൂടെ ഉള്ള കാരണം ഈ പാറയിലൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനൊക്കെ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇറങ്ങി പോകുന്ന വഴി ചെറിയൊരു ദുർഘടം പിടിച്ച പാതയാണ്, അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് പോവുക.
നല്ല രസമാണ് കേട്ടോ. നല്ല പച്ചപ്പ് നിറഞ്ഞ രണ്ട് സൈഡും. ശരിക്കും ട്രെക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കൂടിയാണ്. നല്ല അഡ്വഞ്ചർ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി വലിയ അഡ്വഞ്ചർ അല്ല, എന്നാലും നല്ല രീതിയിലൊരു ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ. വീഡിയോ എടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു ഭാഗം കാണുന്നതും ശ്രദ്ധിക്കുന്നതും. വെള്ളത്തിനടിയിലായിട്ട് സ്വർണം പോലെ എന്തോ തിളങ്ങുന്നു. അപ്പം നമുക്ക് അവിടെ വെച്ചത് നമ്മളത് കണ്ടോ ഇല്ല, ശ്രദ്ധിച്ചോ ഇല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും പാറയുടെ മുകളിലായിട്ട് സ്വർണം പോലെ എന്തോ തിളങ്ങുന്നത്. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. ഏതായാലും നമ്മൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പോയാൽ ഭയങ്കര ഡേഞ്ചറാണ് താനും. അത് കാരണം നമ്മളിവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് പോയി എന്താണെന്ന് നോക്കാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഒന്നും പോയേക്കരുത്. കാരണം അത്രയ്ക്ക് ആഴമുള്ള സ്ഥലമാണ്. നമുക്ക് ഔപചാരികമായിട്ടത് ക്യാമറയിൽ കുടുങ്ങിയൊരു സംഭവമാണ്. അത് നിങ്ങളായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല മനോഹരമായ കാഴ്ചയാട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പറയണേ, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ വെള്ളത്തിൻ്റെ എരമ്പലൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണേ അറിയത്തേ ഇല്ല. ഈ ഇലവീഴാപൂഞ്ചിറയും അതുപോലെ ഇല്ലിക്കൽ കല്ലൊക്കെ വരുന്നവർക്ക് ഏറ്റവും അടുത്തായിട്ട് തന്നെ സന്ദർശിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായും ഈ സ്ഥലം ഒരിക്കലും സന്ദർശിക്കുക. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരിയേറെ ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ഈ കട്ടിക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.